ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് എക്സാം ഇല്ല കേട്ടോ. അപ്പം നമ്മൾ വൈകിട്ട് ചിദംബരം അമ്പലത്തിൽ പോകാനുള്ള പ്ലാനിങ്ങിലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ റൂമിൽ പോയി പഠിക്കാനുള്ള പ്ലാനാണ്. അടുത്ത ദിവസം രാവിലെ എക്സാമിന് പോകാനുണ്ട്. അപ്പോൾ കുറച്ച് നേരം പഠിച്ചിട്ട് പോവാമല്ലോ. പിന്നെ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ നല്ല ക്ഷീണമാവും നമുക്ക്. എന്നാലും പഠിച്ചല്ലേ പറ്റുള്ളൂ, കാരണം അടുത്ത ദിവസം എക്സാമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ വേറൊരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് വെച്ചത്. എന്നും ആനന്ദ് ഭവൻ എന്നൊക്കെയല്ലേ കഴിക്കുക. അപ്പോൾ ഒന്ന് ഹോട്ടൽ മാറി പിടിച്ചതാണ്. പക്ഷേ ഫുഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അഞ്ചും ബിനിതയും മീൽസാണ് പറഞ്ഞത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് അവർ പറഞ്ഞ്. പക്ഷേ ഞാനും ദൈവവും പറഞ്ഞത് വെജ് ബിരിയാണി ആയിരുന്നു. എനിക്ക് ബിരിയാണി അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ഒരു വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചപ്പോഴത്തേക്ക് നല്ലൊരു സുഖം, റിഫ്രഷ്മെൻറ്റ് കിട്ടിയായിരുന്നു. നമ്മൾ എല്ലാ വർഷം എക്സാമിന് പോയാലും ചിദംബരം അമ്പലം പോവാറുണ്ട് കേട്ടോ. ഈ തവണ നമ്മൾ ഇന്ന് പോയിട്ട് അമ്പലത്തിൽ കയറി തൊഴുതില്ലായിരുന്നു. നമ്മൾ വേറൊരു ദിവസവും കൂടെ നമ്മൾ പോകുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പം ഇന്ന് പോയിട്ട് നിറയെ ഫോട്ടോസും വീഡിയോസും ഡാൻസിൻ്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ടാണ് നമ്മൾ ഇത്ര ഒരുങ്ങിക്കെട്ടിപ്പോയത്. എല്ലാവരും സാരി ആയിരുന്നു. അപ്പോൾ സാരിയൊക്കെ എടുത്ത് പോകുമ്പോൾ നമ്മൾ അത്ര ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. ചിദംബരത്തിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അതിനകത്ത് നമ്മൾ ഇരുന്നാൽ തന്നെ നല്ല സുഖമാണ്. നമ്മൾ എത്ര നേരം വേണമെങ്കിലും അതിനകത്ത് നിൽക്കാനും ഇരിക്കാനും തോന്നും നമുക്ക്. സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എവിടെയാണോ നമ്മളെ കൊണ്ട് ഇറക്കിയത് അവിടെ 1 മണിക്കൂർ കഴിയുമ്പോൾ വരണമെന്നാണ്. ലാസ്റ്റ് നമ്മൾ പോയിട്ട് 2 മണിക്കൂറായി. 2 മണിക്കൂറായിട്ടും കാണാഞ്ഞിട്ട് സാറ് വിളിച്ച് വരുന്നില്ലേന്ന് ചോദിച്ചു. അങ്ങനെയാണ് നമ്മൾ ചെന്നത്. നമ്മൾ ഇരുട്ടിയിട്ടും നമ്മൾ അവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്നിട്ടൊക്കെയാണ് ഫോട്ടോസൊക്കെ എടുത്തത്. ആ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റൊക്കെ നിന്നിട്ട്. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിൽ പോയി പഠിത്തമായിരുന്നു. അപ്പം ഇതൊക്കെയാണ് കുറച്ച് ഫോട്ടോസ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.